അപ്പോ ഇന്ന് ലാസ്റ്റ് ഡേ ഓഫ് ആത്മീയയാത്രയാണ്. ഇന്ന് കുറച്ച് പരിപാടികളൊക്കെ കുറച്ച് ക്യാൻസൽ ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മള് ചായ കുടിച്ചിട്ട് നമ്മള് വീണ്ടും യോഗയ്ക്ക് മാത്രം പോകുന്നു. ഇന്ന് ജുംബയും പരിപാടിയൊന്നുമില്ല. ഇപ്പൊ ഇന്നത്തെ പരിപാടീസൊക്കെ ഒരു മെസ്സപ്പാണ്. എന്താ പരിപാടീസ് നമുക്ക് കണ്ടറിയാം. കാരണം ഒരു പ്രീ പ്ലാൻഡ് സാധനമല്ല. അപ്പൊ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ട് എണീറ്റത്. നമ്മുടെ കൂടെയുള്ളത് സാരംഗ് ആൻഡ് ഷായന്റെ ബൈസിപ്സ് കണ്ടോ, ആൻഡ് ജെനീറ്റ. ജെനീറ്റ ഉറക്കപ്പിച്ചിലാണ്. കുഴപ്പമില്ല. രാജസ്ഥാനിലെ ചൂടാണോ? ഇവിടെ തണുപ്പേക്ക. രാവിലത്തെ വ്യൂ എടുക്കാൻ പറഞ്ഞത്. ഇതാണ് ഇവിടുത്തെ രാവിലത്തെ വ്യൂ. സൂര്യൻ നല്ല ലഡു പോലെ, മൈസൂർ ലഡു പോലെ സൂര്യനാഭാന്ന് വരും. ഇന്നലെ രാത്രി പേടിച്ചില്ലാണ്ടായി. കുറെ കോൺസ്പിറസീസ് സംഭവങ്ങൾ ഇവിടെ നടന്നതായിട്ടുള്ള ഒരു സെറ്റപ്പിലുണ്ടായി. നമ്മൾ വേറൊരു വീഡിയോയിൽ തന്നെ ഒരു വീഡിയോയിൽ അത് മാത്രം ചെയ്യാം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഗൈസ്, ഇന്നലെ ബോധം പോയ ഹിബ എല്ലാത്തിനും സജ്ജയായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. എന്താ ഇത്? യോഗ സെന്ററിലേക്ക് എൻ്റർ ചെയ്യാൻ പോണ കേട്ടോ. ഷിഫാന ദ ഫൈനൽ ബോസ് വരുന്നു. ഹായ് ഷിഫു. ഹായ്. ഇതാണ് ഞങ്ങളുടെ ലാസ്റ്റ് പോസ്. ഗൈസ്, എനിക്ക് എല്ലാവരുടെയും ഈ സിമ്മട്രിക്കലായ ഷേപ്പ് മനസ്സിലായി. പക്ഷെ ഇവളെന്ത് തേങ്ങയെ കാട്ടുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായില്ല. ഇവളെന്തിനാ ഇങ്ങനെ കൈകൂപ്പി നിൽക്കുന്നേ? ഗൈസ്, അപ്പോൾ ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ സാറുമാർക്ക് ഒരു കമ്പിളിപ്പതപ്പും പിന്നെ തലയിലിടാനുള്ള ഒരു തൊപ്പിയും കൂടെ തന്നിട്ട് ഞങ്ങളെല്ലാവരും ആദരിക്കുകയാണ് ഇവിടെയുള്ള ആൾക്കാർ. അങ്ങനെ എൻ്റെ 2 മിനിറ്റുള്ള ഔട്ട് ഓഫ് താങ്ക്സ് കൂടി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ നിന്ന് വിട പറയുകയാണ്. ഞങ്ങളിനി പുറത്തേക്ക് ഫുഡ് കഴിച്ചിട്ട് പുറത്തു പോകാനുള്ള ഗൈസ് ലഡു തിന്നാനുള്ള ക്യൂ ആണ് ഇവിടെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാവരും അതിൽ രാവിലെ ന്യൂസ് പേപ്പർ എറിയാൻ പോയിട്ട് നല്ല ശീലമുണ്ട്. എത്ര ദൂരം നിറഞ്ഞ കറക്റ്റ് ആൾക്കാരെടുത്ത് എത്തുന്നുണ്ട്. ഓ, നല്ല ക്വാളിറ്റിയുള്ള തൊപ്പിയാ. മെച്ചു കൂട്ടത്തിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് നിന്നെയാ. ഒന്ന് കാട്ടി. ഓ സീൻ, കൈയൊന്നെടുക്ക്. എന്തായാലും ഞാൻ എടുക്കും. കൈമാറ്റ്. ഐസ്ക്രീം. ഓം ശാന്തി. എന്തൊക്കെയാ അവിടെ തരുന്നത്? മിച്ചറും മൈസൂർ പാർക്കും ലഡു ഇല്ല ഇന്നലത്തെ പോലെ. ഗൈസ് മിസ്സായി പോയി. ഒരു 2 സെക്കൻഡ് കൂടി മുമ്പായിരുന്നു അജിത് സാർ വേഴ്സസ് മങ്കി കാണാമായിരുന്നു. അജിത് സാർ അങ്ങ് ചാടിപ്പോയി. ഗൈസ്, ഇത് ന്യൂക്ലിയർ ഫാമിലി അല്ല, അത് ജോയിന്റ് ഫാമിലിയാ. ഇത് 8-10 എണ്ണം ഉണ്ട്. എന്തോ ഭാഗ്യത്തിന്. അല്ല അജിത് സാറിന് തീരണ്ടേ. ഗൈസ്, നേരത്തെ വന്നോളെ ഭർത്താവ് വന്ന് ഇപ്പൊ ഗംഭീര സംഘർഷമായിരിക്കും. സിദ്ധാർത്ഥ് മാക്സിമം ശ്രമിക്കുന്നുണ്ട് എല്ലാവരെയും അതിൽ നിന്ന് രക്ഷിക്കാൻ. എടാ, ഫാമിലി മൊത്തം വന്ന്, കുട്ടികളും ഉണ്ട്. എടാ, ഇതിന്റെ മുകളിൽ മൊത്തം കുറെ. എന്റെ പൊന്നെ, ഫുൾ ധൈര്യത്തിൽ നീലിമ ഉരുക്ക് വനിത, ബയോളജിയിൽ അഗ്രഗണി. കണ്ടോ, നീലിമേനെ കണ്ടപ്പോ അങ്ങ് പോയി. കൈന്നിട്ട് കൈ. ഗൈസ്, മങ്കിയുടെ കൂടെയുള്ള ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് കഴിച്ചിട്ട് ഇവിടെ നേരെ പറക്കും. എങ്ങോട്ടെന്നറിയില്ല, നമുക്ക് പോയി നോക്കാം. ഗൈസ്, നമ്മൾ ആശ്രമത്തിൽ നിന്ന് വിട പറയുകയാണ്. ഇവിടെ മറക്കാനാവാത്ത ഓർമ്മകളാണ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയത്. ഞങ്ങൾ ഇനി ഒരിക്കലും നിങ്ങളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. അല്ലേ പാർവതി? പാർവതിക്കുണ്ടായ എക്സ്പീരിയൻസസ്, മൈ ഗോഡ്. പലരെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റിയതാ. ഓക്കെ ഗൈസ്, 3 ദിവസത്തെ വനവാസത്തിന് ശേഷം നമുക്ക് ബിരിയാണി കിട്ടി. നിങ്ങൾക്ക് ഈ സ്ഥലം ഓർമ്മയുണ്ടോ? 1 മണിക്കൂറേ ഉള്ളൂ. 1 മണിക്കൂറിനുള്ളത് കണ്ടു തീർക്കണം. നമ്മൾ പെഡൽ ബോട്ടിൽ കയറാനുള്ള പ്ലാൻ ഉണ്ട്. അറിയില്ല ഇനി അവിടെ അതെ, അതാണ് ഇനി നെക്സ്റ്റ് പ്ലാൻ. ഓക്കെ, നല്ല ബ്യൂട്ടിഫുൾ സ്ഥലമല്ലേ ഗൈസ്? ഒരു കിടില സാധനം വാങ്ങിയിട്ടുണ്ട്. നമുക്ക് എത്ര പേർക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും നോക്കി നോക്കാം. The second one. Is it? Guys, നമ്മൾ ലക്ഷ്മി കൊടുക്കാൻ പോണേ. എടുക്കണ്ട, സ്ട്രോങ് അല്ല, ലൈറ്റാ. വലിച്ചു കേട്ടി
ടൈപ്പ് മടക്ക് സ്മെല്ലേ ഗൈസ്. പ്രീതി ബസ്സിന് ഞാനൊരു സാധനം കൊടുക്കാൻ പോവാണ്. എന്നിട്ട് കയ്യിൽ വേണോ അല്ല എന്റെ കയ്യിലാക്കിട്ട് വേണോ? മയിലാട്ടോ വിൽപ്പന അത് നമ്മള് കാട്ടുള്ളി അല്ല കാട്ടുള്ളിയുടെ ടെസ്റ്റിംഗ് കഴിഞ്ഞിട്ട് ടീച്ചർമാർ ഓരോന്നോരോന്നായിട്ട് ഇറങ്ങുന്നു. നമ്മുടെ യോഗ മാസ്റ്റർ MD സാർ, ഇംഗ്ലീഷിന്റെ കുട്ടനായ രമ്യ മിസ്, പ്രിൻസിപ്പളായ രമ്യ മിസ്, പിന്നെ പൊന്നോമനയായ പ്രീതി മിസ്, പിന്നെ 2 അലവലാദികളും പിന്നെ ഒരു നവ്യയും ഇറങ്ങി വരും. കാസിം സാറിന് ഒരു സാധനം സ്മെല് ചെയ്യാൻ വിളിക്കാണ്. നല്ലോണം വലി എങ്ങനെയുണ്ട്? സീനല്ലേ? ഒറ്റ വലി വലിക്ക് എന്നിട്ട് ഓടുക. ഓട് 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 ഓട്. ണ്ടല്ലോ നല്ലത്. ഇത് വേറെ കാട്ടുള്ളി തേല മഞ്ഞല്ലേ? കലവേനൊന്നും ഗൈസ്, നമ്മൾ വന്നിട്ടിപ്പോ ശ്വേജയ്ക്ക് ജിമിക്ക് വാങ്ങാൻ വന്നിരിക്കുകയാണ്. പക്ഷെ ഒരു ഇഷ്യൂ ഉണ്ട്. ഇവളുടെ ഫാഷൻ അനുസരിച്ചിട്ട് ഏറ്റവും വലുത് അവിടെ വേണ്ട. ഇവിടെ ഏറ്റവും വലുതില്ല. ഇവിടെ ഏറ്റവും വലുതുള്ളത് ഇതാ, ഇത്ര ഉള്ളതേ ഉള്ളൂ. ഇതിനേക്കാളും വലുത് വേണമെന്നാണ് പറയുന്നത്. ശ്വേജ, നിനക്ക് എന്താണ് വേണ്ടത്? പൈസ നോക്കൂല, അമീന കൊടുക്കും പൈസ. സ്മെല്ലേ സ്മെല്ലേ അത് സ്പ്രെഡ് ചെയ്തിട്ടാ. ഗൈസ്, ഇവിടുത്തെ പരിപാടി എൻ്റെ കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ കേരളത്തിലെത്തി. എല്ലാവരും ബാഗൊക്കെ എടുത്ത് സെറ്റായി. കുറേ പേര് ഇപ്പോൾ ഇറങ്ങാൻ പോവാണ്. ഇപ്പം ഞാനും അതിലും അവിടുന്ന് കുറച്ച് ഗേൾസ് അയ്യെന്നെല്ലാം പറയും. ഒരു പ്രത്യേക സാഹചര്യത്തിൽ നേച്ചർ സ്കൂൾ വന്നപ്പോൾ നമ്മൾ ഇറങ്ങിയതാണ്. വൈബായിരുന്നു. നല്ല വൈബായിരുന്നു. ആംബിയൻസിൽ നമുക്ക് ഒന്നിനു പോകാൻ പറ്റി. ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. ബസ്സിന് കാണിച്ചു തരാം. സൂപ്പർ ബസ്. ആദിത്യ കണ്ണേ. ഗൈസ്, അങ്ങനെ 4-5 ദിവസത്തെ ഞങ്ങളുടെ കൊച്ചു ആത്മീയ യാത്ര ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഞാൻ രാത്രി ഒരുപാട് വീഡിയോ ഒന്നും എടുത്തില്ല. വീട്ടിലെത്താൻ കുറച്ച് ലേറ്റായി. ഇപ്പോൾ വീഡിയോ ചെറുതാണെന്നറിയാം, പക്ഷെ എന്നാലും ഇത് എല്ലാവരും ഒന്ന് കാണാൻ ശ്രമിക്കുക, ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഗൈസ്, ഇന്നലെ രാത്രി വീട്ടിലെത്താൻ കുറച്ച് ലേറ്റായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോളേജിൽ നിന്ന് വീണ്ടും ഒരു 1.5 hours ട്രാവൽ ഉണ്ടായിരുന്നു ഇങ്ങോട്ടേക്ക് വീട്ടിലേക്ക്. അപ്പോൾ ഇന്നലെ രാത്രി അങ്ങനെ തന്നെ കിടന്നിറങ്ങി. വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്പോൾ ഔട്ടർ എടുക്കാൻ മതി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇനി എന്തായാലും ഈ അടുത്തൊന്നും വീഡിയോ വരുന്നൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ബൈ. പിന്നെ കാണാം.